വിശദമായ വാർത്തകളിലേക്ക്. ഗോകുലം ചിറ്റീസിൽ ഇ.ഡി. റെയ്ഡ്. ഗോകുലം ഗോപാലിന്റെ ചെന്നൈ കോടമ്പാകത്തെ ധനകാര്യ സ്ഥാപനത്തിലാണ് റെയ്ഡ്. വിദേശ നാണ്യ വിനിമയ നിയമം ലംഘിച്ചെന്ന് ആരോപണത്തിലാണ് റെയ്ഡ് ഉള്ളത്. വിവരങ്ങളുമായി സാനു കെ സജീവാണ് ചേരുന്നത്. അല്പസമയത്തിനുള്ളിൽ തന്നെ സാനു കെ സജീവ് നമ്മളോടൊപ്പം ചേരും. സാനു, ഇപ്പോൾ ഈ ഒരു റെയ്ഡ് എന്ന് പറയുന്നത് എമ്പുരാൻ സിനിമ വിവാദത്തെ തുടർന്നല്ല എന്ന് വ്യക്തമാകുന്നു. എന്നാൽ അത്തരത്തിലുള്ള ആരോപണങ്ങളും കൂടി നിലവിൽ വരാനുള്ള ഒരു സാഹചര്യം കൂടിയാണ് ഈ ഒരു റെയ്ഡ് ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത്, അല്ലേ? തീർച്ചയായിട്ടും കാളിദാസ്, ഇ.ഡിയുടെയും അതേപോലെ ഇൻകം ടാക്സിന്റെയും റഡാറിലായിരുന്നു കഴിഞ്ഞ 3 വർഷമായിട്ട് ഗോകുലം ഗോപാലന്റെ ധനകാര്യ സ്ഥാപനങ്ങൾ അടക്കമെന്നാണ് ഈ റെയ്ഡുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇ.ഡി വ്യക്തമാക്കുന്നത്. എന്തായാലും ഈ റെയ്ഡിന് തൊട്ടു പിന്നാലെ വലിയ ആരോപണങ്ങളും അതേപോലെ തന്നെ രാഷ്ട്രീയ കൊടുങ്കാറ്റും വിവാദവുമൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം എമ്പുരാൻ ചലച്ചിത്രം ഇറങ്ങി 24 കടുംവെട്ടും കഴിഞ്ഞിട്ട് ആ ഒരു വിവാദം ശമിച്ചു എന്ന് ഇതുവരെ നമുക്ക് വിശ്വസിക്കാനായിട്ടില്ല എന്ന് തന്നെയാണ് ചില കോണുകളിൽ നിന്ന് ആരോപണം ഉന്നയിച്ചിട്ടുള്ളത്, ആരോപണം ഉയരുന്നത്. ഏതാനും ദിവസങ്ങൾ മുന്നേ ഈ റീസെൻസറിങ് കഴിഞ്ഞതിന് ശേഷം ചില കോൺഗ്രസ് നേതാക്കൾ, യുവജന നേതാക്കളൊക്കെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ അടക്കം ചില പോസ്റ്റുകളൊക്കെ പങ്കുവച്ചിരുന്നു, അബിൻ വർക്കി അടക്കം. അതായത് ഈ പ്രായമായ കാലഘട്ടത്തിൽ ഗോകുലം ഗോപാലൻ ഇ.ഡിയുടെ ചോദ്യമുനയിൽ ഇരിക്കേണ്ടി വരും എന്ന തരത്തിലുള്ള ഒരു ആരോപണം അല്ലെങ്കിൽ ഒരു വിമർശനമൊക്കെ ഉന്നയിച്ചിരുന്നു. എന്തായാലും അത് സാധൂകരിക്കുന്ന രീതിയിൽ അത്തരം വിവാദങ്ങൾ, അത്തരം പദപ്രയോഗങ്ങളൊക്കെ ഏകദേശം സാധൂകരിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്ന് വേണം കണക്കാക്കാൻ. എന്തായാലും ഈ ഗോകുലം ഗോപാലിന്റെ ചെന്നൈയിലെ കോർപ്പറേറ്റ് ഓഫീസിൽ, ഗോകുലം ചിറ്റീസിന്റെ കോർപ്പറേറ്റ് ഓഫീസിൽ തന്നെ ഇ.ഡി എത്തിയിരിക്കുന്നു. കഴിഞ്ഞ 3 മണിക്കൂറായിട്ട് ഇ.ഡിയുടെ പരിശോധന തുടരുന്നു. ഈ പരിശോധനകൾക്കും ഈ റെയ്ഡിനുമൊക്കെ കൊച്ചി ഇ.ഡി ഓഫീസിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ നേതൃത്വം നൽകുന്നു. അതിനൊപ്പം ചെന്നൈ യൂണിറ്റിലെ ഉദ്യോഗസ്ഥരും ഈ പരിശോധനയിൽ പങ്കാളികളായിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാവുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ഇ.ഡി ഉദ്യോഗസ്ഥരെ വിളിച്ചിരുന്നു. അവർ പറയുന്നത് ഈ പരിശോധന റൊട്ടീനായിട്ടുള്ള ഒരു പരിശോധന മാത്രമാണ്. കഴിഞ്ഞ 3 വർഷമായിട്ട് ഗോകുലം ഗോപാലിന്റെ പല പ്രവർത്തനങ്ങളും നിരീക്ഷിച്ച് വരികയായിരുന്നു എന്നുള്ള രീതിയിൽ പറഞ്ഞ് കൈകഴുകുന്ന ഒരു നിലപാടിലേക്ക് ഇ.ഡി എത്തിയിട്ടുണ്ട്. എന്തായാലും ഈ റെയ്ഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ റെയ്ഡിൽ ഉന്നയിച്ചിരിക്കുന്ന കാര്യങ്ങൾ, അവർ പരിശോധിക്കുന്ന കാര്യങ്ങൾ വിദേശ നാണയ വിനിമയ ചട്ടം ലംഘിച്ചു എന്നുള്ളൊരു ഗുരുതരമായിട്ടുള്ള അല്ലെങ്കിൽ കടുത്ത ശിക്ഷ കിട്ടാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു വിവരം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പരിശോധനയാണ് ഇ.ഡിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്, അല്ലെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ നേരത്തെ കണ്ടതാണ് തിരുവല്ല ബിലീവേഴ്സ് ചർച്ചുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ ധനകാര്യ സ്ഥാപനങ്ങൾ അടക്കം ഇത്തരത്തിൽ ഇ.ഡി പരിശോധന നടത്തിയിരുന്നു. വിദേശ നാണയ ചട്ട ലംഘനത്തിന്റെ പേരിൽ ഏക്കർ കണക്കിന് ഭൂമിയും പണവും അടക്കം കണ്ടുകെട്ടുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങളിൽ എത്തിയിരിക്കുന്നു. ആ നിയമ പോരാട്ടം സുപ്രീം കോടതി വരെ എത്തിയിട്ടും അവസാന വിജയം ഇ.ഡിക്ക് തന്നെ കിട്ടുന്ന ഒരു സാഹചര്യമുണ്ടായി. അത്തരത്തിലൊരു പരിശോധനയിലേക്ക് കാര്യങ്ങൾ കടന്നിരിക്കുകയാണ്. അതേപോലെ തന്നെ കോഴിക്കോട് ഓഫീസിലേക്കും ഗോകുലം ഗോപാലിന്റെ ധനകാര്യ സ്ഥാപനമായിട്ടുള്ള കോഴിക്കോട് ഓഫീസിലേക്കും ഇ.ഡി എത്തുന്നു, പരിശോധനയ്ക്ക് എത്തുന്നു എന്നുള്ളൊരു സൂചനയും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരിശോധനകൾ ഒരു ഭാഗത്ത് പുരോഗമിക്കുമ്പോൾ മറുഭാഗത്ത് എമ്പുരാനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു വിവാദത്തിനും തിരികൊളുത്തപ്പെട്ടിരിക്കുകയാണ്. ആ റീസെൻസറിങ്ങിന് ശേഷവും ആ വിവാദം ഒതുങ്ങിയിട്ടില്ല. ആ പടവുമായി, ഈ ചിത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രത്യാരോപണങ്ങളാണ് ഇപ്പോൾ ഗോകുലം ഗോപാലിന്റെ ധനകാര്യ സ്ഥാപനത്തിലേക്ക് പോലും ഇ.ഡിനെ എത്തിച്ചിരിക്കുന്നത് എന്നുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. ഈ ഇ.ഡിക്കൊപ്പം ഇപ്പം പരിശോധന നടത്തുന്ന ഇ.ഡിക്കൊപ്പം ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥരുമുണ്ട് എന്നുള്ളൊരു സുപ്രധാന വിവരവും ലഭിക്കുന്നുണ്ട്. ഇൻകം ടാക്സിന്റെ റഡാറിലായിരുന്നു കഴിഞ്ഞ കുറച്ച് നാളായിട്ട് ഗോകുലം ഗോപാലിന്റെ ധനകാര്യ സ്ഥാപനങ്ങൾ അടക്കമെന്നുള്ളൊരു വിവരവും ലഭിക്കുന്നുണ്ട്. എന്തായാലും ഒരു ഭാഗത്ത് പരിശോധന പുരോഗമിക്കുന്നു, മറുഭാഗത്ത് എമ്പുരാനുമായി ബന്ധപ്പെട്ടുള്ള ആരോപണങ്ങൾ കനക്കുന്നു. എന്തായാലും വരും മണിക്കൂറുകളിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൂടുതൽ വിവരങ്ങൾ വെളിവാകുമെന്നാണ് നമ്മൾ കരുതുന്നത്. കാളിദാസ്, എനിക്ക് തോന്നുന്നു സാനു, ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഉയർന്നു വരാൻ പോകുന്ന, അല്ലെങ്കിൽ ഇ.ഡിക്കെതിരായി ഉയർന്നു വരാൻ പോകുന്ന ഒരു ആരോപണം എന്ന് പറയുന്നത്, ഇത്ര നാൾ എന്തിന് ഈ റഡാറിൽ വെക്കുന്നു, അല്ലെങ്കിൽ ഇത്ര നാൾ എന്തിന് ഈ നിരീക്ഷണത്തിൽ വെക്കുന്നു, നേരത്തെ ഇത് ചെയ്തുകൂടായിരുന്നോ, എമ്പുരാൻ സിനിമയ്ക്ക് ശേഷം എന്തുകൊണ്ട് ഇത് ചെയ്തു, അപ്പോൾ എമ്പുരാൻ തന്നെയാണ് ഇതിന് കാരണം എന്ന് തന്നെ ന്യായീകരിക്കുന്ന ഒരു രീതിയിലേക്കും കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം മാറും എന്നുള്ളതും കൂടിയാണ് ഈ നീക്കങ്ങളിൽ നിന്നെല്ലാം നമുക്കിപ്പോൾ വ്യക്തമാകുന്നത്, അല്ലേ? തീർച്ചയായിട്ടും കേരള രാഷ്ട്രീയത്തിൽ വലിയൊരു ഭൂകമ്പമായി, അല്ലെ വലിയൊരു പ്രകമ്പനമായി എമ്പുരാൻ സിനിമയും അതുപോലെ തന്നെ തുടർന്ന് വന്നിരിക്കുന്ന റെയ്ഡും മാറുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാര്യം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരമാവധി രേഖകൾ പിടിച്ചെടുക്കുക എന്നുള്ള നിലയിലേക്കാണ് ഇ.ഡിയും അതേപോലെ ഇൻകം ടാക്സും എത്തിയിരിക്കുന്നത്. ഈ എമ്പുരാൻ ഉയർത്തിയ വിവാദ കൊടുങ്കാറ്റിന്റെ പിന്നാലെ തന്നെ ഇ.ഡി എത്തിയത് വലിയൊരു വിവാദത്തിന് വഴിവെക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. രാഷ്ട്രീയ കോളിളക്കമുണ്ടാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. മറ്റൊരു ഭാഗത്ത് SFIO അന്വേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയൊരു വിവാദം ഉരുണ്ടുകൂടും.
ലക്ഷ്യമിടുമ്പോൾ അതിനൊപ്പം തന്നെ ഈ ഒരു കൊടുങ്കാറ്റും കൂടെ, ഈ ED യുടെ ഒരു റെയ്ഡ് ഈ സിനിമയുമായി ബന്ധപ്പെട്ടുള്ള പ്രധാന നട്ടെല്ലിന്റെ ഓഫീസിലേക്ക് തന്നെ ED എത്തുന്നു എന്ന് പറയുമ്പോൾ ആ സിനിമയുമായി ബന്ധപ്പെട്ട് ആ സിനിമ ഉയർത്തിവിട്ട ആരോപണങ്ങളുടെ പിന്നാലെ അല്ലെ ആ വിവാദങ്ങൾക്കൊപ്പം തന്നെയാണ് അല്ലെ ആ വിവാദം ഉയർത്താൻ ഇടയാക്കിയിട്ടുള്ള സിനിമയിലെ പ്രധാനപ്പെട്ട സാമ്പത്തിക സ്രോതസ്സിലേക്ക് തന്നെ ED എത്തുന്നു എന്ന് പറയുമ്പോൾ അത് സിനിമ ഉയർത്തിയ ആരോപണങ്ങൾ ചെറുതല്ല, വിവാദം ചെറുതല്ല എന്ന് സൂചിപ്പിക്കുക തന്നെയാണ്. എന്തായാലും ED കഴിഞ്ഞ 3 മണിക്കൂറായിട്ട് ചെന്നൈ കോടമ്പാക്കത്തെ ഓഫീസിൽ റെയ്ഡ് നടത്തുന്നു. പല രേഖകളും ഡിജിറ്റൽ തെളിവുകളും അടക്കം ശേഖരിക്കാനായിട്ടുള്ള തിരക്കിട്ട നീക്കങ്ങൾ നടത്തുന്നു. ഒപ്പം ഇൻകം ടാക്സ് ഇതുമായി ബന്ധപ്പെട്ടുള്ള കഴിഞ്ഞ കാലത്തെ പ്രവർത്തനങ്ങൾ അടക്കം സാമ്പത്തിക സ്രോതസ്സുകളും അതേപോലെ വിദേശ നാണയം എവിടുന്ന് വന്നു, അതെങ്ങനെ വിനിയോഗിക്കപ്പെട്ടു എന്നടക്കമുള്ള കാര്യങ്ങൾ ഇൻകം ടാക്സും കൂടെ ഇടപെടുന്നു. എന്തായാലും കേരളത്തിലെ വിവിധ ഓഫീസുകളിലേക്കും ED എത്താനുള്ള സാധ്യതയുണ്ട്. കോഴിക്കോട് ഓഫീസിലേക്ക് നിലവിൽ ED എത്തുന്നു എന്നുള്ളൊരു സുപ്രധാന വിവരവും നമുക്ക് ലഭിക്കുന്നുണ്ട്. എന്തായാലും ഈ എമ്പുരാൻ സിനിമയും ഇപ്പോഴത്തെ റെയ്ഡുകളുമെല്ലാം കേരള രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ, വലിയ വിവാദങ്ങൾ ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാളിദാസ്. ശരി, ഗോകുലം ചിട്ടീസിലാണ് ED റെയ്ഡ്. ചെന്നൈ കോടമ്പാകത്തെ ധനകാര്യ സ്ഥാപനത്തിലും അതോടൊപ്പം തന്നെ കോഴിക്കോട് ഓഫീസിലും ED റെയ്ഡ് നടത്തുന്നു എന്നുള്ളതാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. എമ്പുരാൻ വിവാദമല്ല, അതിനെ സംബന്ധിച്ചുള്ളതല്ല ഈ റെയ്ഡ് എന്നുള്ളതും കൂടി ED വ്യക്തമാകുന്നു. എന്നിരുന്നാലും ഇപ്പോൾ നിലവിൽ ഏറ്റവും അധികം ആരോപണം വിധേയരാകുന്ന ഒരു ഏജൻസി എന്നുള്ള നിലയ്ക്ക് വലിയ രീതിയിൽ ആരോപണങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരും ദിവസങ്ങളിൽ ഇതിനെ സംബന്ധിച്ച് ED ഉൾപ്പെടെ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും. ഈ ഒരു റെയ്ഡ് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങളൊക്കെ നമുക്ക് വരും മണിക്കൂറിൽ അറിയാൻ സാധിക്കും. അപ്പോഴേക്കും സാനു കെ സജീവ് വിവരങ്ങളുമായി എത്തും. സാനു കെ സജീവാണ് ഇപ്പോൾ വിവരങ്ങൾ നൽകിയത്. സാനു, മറ്റൊരു വാർത്തയുടെ വിശദാംശങ്ങൾ കൂടിയുണ്ട്. SDPI നേതാക്കൾ